ഷാജി ആത്മഹത്യ ഭീഷണി ചെയ്യില്ല. ഷാജി ചെയ്ത കാര്യങ്ങളാണ്. ഷാജിയൊക്കെ 3-4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ്. നമ്മൾ എങ്ങനെ ഭീഷണി ചെയ്യില്ല. ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ഷാജി ചെയ്ത കാര്യങ്ങളാണ്. ഒരിക്കലും നമുക്ക് നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ടെൻഷൻസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാൻ കിട്ടില്ല. ഇത് അതിൻ്റെ തെളിവാണ്. 10-12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് നമ്മളിട്ട് ടോർച്ചർ ചെയ്താൽ നമ്മളുടെ മൈൻഡ് മാറിപ്പോകുന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ആരും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊരു വാണിംഗ് ആണ്. നമ്മളെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കുകയാണ് പറഞ്ഞാൽ നമ്മൾ അവരുടെ പേരും എഴുതി വെച്ചിട്ട് നമ്മൾ നമ്മുടെ പണിയാക്കിയിട്ട് പോകും. അത്ര തന്നെ. കാരണം ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നമ്മൾ ഷാജിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിനും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനും അതെന്തായി എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പൊ അതേ ഒരു അവസ്ഥയിലാണ് ഷാജി. കൈസുമായിട്ടുള്ള ഇഷ്യൂസ് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം. കൈസാണെങ്കിൽ ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസിന്റെ വൈഫിന്റെ ഫോട്ടോ എടുത്ത് ഷാജിദ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുകയും അശ്ലീലം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൈസുമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെതിരെ കൈസ് കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് ഷാജിദയ്ക്കെതിരെ ഇപ്പോൾ FIR ഇട്ടിരിക്കുകയാണ്. ആ കേസ് എന്തായാലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഷാജിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിനും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനും അതെന്തായി എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം ഈ കേസുമായിട്ട് ചെന്നത് എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് പോലീസുകാർ ഇത് കേസ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതി വഴി സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. വളരെ നിരാശപ്പെടുത്തുന്ന സമീപനമായിരുന്നു അപ്പൊ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ഞാൻ എന്തൊക്കെ വേണ്ട നിയമോപദേശം തേടി. ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനസ്സിൽ തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ വേണ്ട നിയമോപദേശം കിട്ടിയതിനു ശേഷം ഞാൻ എന്താക്കി DGPക്കും SP-ക്കും ഒരു കത്തം അയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അവർ വീണ്ടും ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. കാരണം ഇവർക്ക് എങ്ങനെയും ഇത് കേസ് എടുക്കാതിരിക്കണം. കേസെടുത്ത ചൊറാണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ്. ഞാൻ തിരിച്ച് പോലീസുകാരുടെ ഉത്തരവ് പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ല, അതിന് വിശദീകരണം എനിക്ക് 14 ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുള്ളത്. അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോം വെച്ച്. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ വിശദീകരണം ഒന്നും കിട്ടിയില്ല. അതോടെ ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യം ബോധിപ്പിച്ച് വീണ്ടും DYSPക്കും SP-ക്കും കത്തയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ എന്താക്കി, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഷാജിക്കെതിരെ താങ്കൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് വിളിക്കാൻ FIR ഇടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മൊഴി എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വരെ വരണമെന്ന്. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി വേണ്ട മൊഴികളെല്ലാം കൊടുത്തു. മിക്കവാറും FIR വീണിട്ടുണ്ടാകും. സ്റ്റേഷനിൽ ഷാജിക്ക് നേരെ കോള് പോയിട്ടും ഉണ്ടാകും. അത് 100% ഷുവറാണ്. എന്തായാലും ഒരുപാട് ഇതിന് പിന്നാലെ നടന്നു കേട്ടോ. പക്ഷെ നടന്നാൽ എന്താ, റിസൾട്ട് കിട്ടിയല്ലോ, അത് മതി. ഇതിനൊക്കെ പ്രതികരണമായിട്ട് ഷാജിദ പറയുന്നത് എന്താ, ഞാൻ കത്തെഴുതി വെച്ചിട്ട് ഞാൻ പോയി അങ്ങ് അരുതാത്തത് എന്തെങ്കിലും അങ്ങ് ചെയ്യും. കത്തെഴുതി വെച്ചിട്ട് എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാൻ എന്തെങ്കിലും അങ്ങ് കടുങ്കൈ ചെയ്യും എന്ന് തന്നെയാണ് ഷാജിദ പറയുന്നത്. ഇവള് ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ കടുങ്കൈ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കോ അല്ലെ ഈ പറയുന്നവർക്കോ ആണോ എന്തെങ്കിലും നഷ്ടം? ആ 5 മക്കൾക്കല്ലേ നഷ്ടം? അതെന്താ ഇവള് ചിന്തിക്കാത്തത്? ഇതിപ്പം പല പ്രശ്നങ്ങളും കാണും, ജീവിതമാണ്. നീ അത് പബ്ലിക്കിൽ ഉമ്മയുടെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തതും ഒക്കെ. അതിനെതിരെ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ആ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഞാനിപ്പോ പോയിട്ട് ഞാൻ ഏതാണ്ടങ്ങ് മലമറിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് എന്തിനാ? നീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ മക്കൾക്കാണ് ഇല്ലാതാവുന്നത്. ആ 5 മക്കൾക്ക് നീ ഒരു തുണയായിട്ട് എന്നും കൂടെ ഉണ്ടാവണം. മരിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞ് ഒരു 4-5 മാസമൊക്കെ നമ്മൾ വർക്കിനൊക്കെ കറക്റ്റാ പോയി. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷന് കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചു പോവും, എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ മാറും. പിന്നെ മെന്റലി ഓരോരുത്തർ തകർക്കുമ്പോൾ അല്ലെങ്കിൽ മെന്റലി ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പോവും. അതാണ് സംഭവം. ഇപ്പൊ ഒരുപാട് ടെൻഷനിലാണ് ഷാജിദ. സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ടില്ല, നാട്ടുകാരുടെ സപ്പോർട്ടില്ല, ആരുടെ ഒരു രീതിയിലും ഒരു സപ്പോർട്ടും ഇപ്പൊ അവൾക്കില്ല. അതുകൊണ്ട് അവള് സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിച്ചു പോകും. അതിന്റെ കൂടെ അത് മാത്രമല്ല, ഇപ്പൊ അതിന്റെ കൂടെ കുറെ കേസുകൾ, ഷെരീഫിന്റെ ആയാലും കൈസിന്റെ ആയാലും ഒക്കെ ഇപ്പൊ കേസുകളും അടിക്കടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ തീർച്ചയായിട്ടും ഒരു പെണ്ണിന് അത് ഒരു മാനസിക വിഷമം തന്നെ ആയിരിക്കാം.
പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാല് അവള് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ മാപ്പ് ചോദിച്ച് ആ ഉമ്മ 100-ൽ 100 വട്ടം അവക്ക് പൊരുത്തം കൊടുക്കും. ഒരിക്കലും ഒരു തള്ളമാർക്കും ആ മക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അവരിനി എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരി, ആ ഒരു മക്കളെ തള്ളിക്കളയാൻ ഒരു ഉമ്മാക്കും കഴിയത്തില്ല. എന്തായാലും ആ ഉമ്മ 100 വട്ടം പൊരുത്തം കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് പ്രപ്പോസ് വരുന്നുണ്ട് കേട്ടോ, വന്നിട്ടും ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും മെനക്കെടാണ്ടിരിക്കണം. ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു നല്ലതായിരിക്കും എന്ന്. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളിലേക്ക് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് ഒരാൾ തുണ ഉള്ളത് നല്ലതല്ലേ. എല്ലാവരുടെയും ഇത് മാനിച്ചിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതായിരിക്കും. അത് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളുള്ള ആൾക്കാരൊന്നും എന്നെ അന്വേഷിച്ച് വരരുത്. ഞാൻ ഒറ്റയ്ക്കായി പോയതുകൊണ്ടാണ് ഈ ഇത്തരം പ്രശ്നങ്ങളെല്ലാം എന്റെ മേലെ വരുന്നത്. അതായത് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് ഷാജിദയ്ക്ക് മനസ്സുകൊണ്ട് ഇപ്പോൾ തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവള് രണ്ടാമത് ഇപ്പൊ ഒരു വിവാഹത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. നല്ല കാര്യം തന്നെ. ആ മക്കളെ നോക്കി അവളെ നോക്കി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതൊരു വിവാഹം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ആ മക്കളാണ് അവരുടെ ലൈഫ് നോക്കി അവർ പോകും. ഇവക്ക് എന്നത്തേക്കും ഒരു കൂട്ടിന് ഒരാളുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ അത് മക്കളെയും കൂടി ഏറ്റെടുത്ത് നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും ഒരു വിവാഹമൊന്നും ആരും കുറ്റം പറയില്ല. അതൊക്കെ നിന്റെ ചോയ്സാണ്, നിന്റെ ഇഷ്ടമാണ്. നിനക്കൊരു തുണയായിട്ട് നല്ല ആൾക്കാർ വരികയാണെങ്കിൽ മക്കളെ നല്ല രീതിയിൽ നോക്കാൻ, ഏറ്റെടുക്കാൻ, അത് കുട്ടിയും കുടുംബമുള്ള ആൾക്കാരനെയൊക്കെ വന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെയുള്ളവരെയും നമ്മൾ ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയവരാ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമല്ലോ, ഉണ്ടാവുമല്ലോ. നല്ല രീതിയിൽ ഒരുപാട് സ്വത്ത് മുതലും വേണമെന്ന് പറയില്ല. നമുക്ക് താമസിക്കാനൊരു വീട്, നല്ല പണി, ജോലി. അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ചാനൽ ഇതൊന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് നോക്കുന്നുള്ളതാണെങ്കിൽ അവർക്കനുസരിച്ചിട്ട് നമ്മൾ നിൽക്കൂട്ടാ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നെ മക്കളെ നന്നായി ഏറ്റെടുക്കാനും നോക്കാനും ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളെ ഒരുപാട് ഇട്ടിട്ട് ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളെ വലിച്ചഴിച്ചിട്ട് നമ്മൾ ഒരുപാട് ദ്രോഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്നൊന്ന് മാറിക്കിട്ടാൻ ഇത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു പെണ്ണിന്റെയും മനോധൈര്യം എന്ന് പറയുന്നത് അവളുടെ ഹസ്ബൻഡ്, ഫാമിലി, അതൊക്കെ തന്നെയാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതമില്ല. നമ്മൾ പിന്നെ എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവളുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഇവക്ക് ഫാമിലി ഇല്ല, ഫാമിലിയിൽ ആരും അടുപ്പിക്കുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ഒക്കെ ആ ഒരു ഇഷ്യൂസ് നമുക്കറിയാമല്ലോ. ആ ഒരു മെന്റൽ പ്രോബ്ലം എത്രത്തോളം ഉണ്ടാവുമെന്ന് ഇതൊക്കെ ഇവള് തന്നെ വരുത്തി വെച്ചതാണ്. ആ ഉമ്മായുമായിട്ടുള്ള ഇഷ്യൂസ്, ആ ഉമ്മായ ഒരുപാട് തെറി പറഞ്ഞ് അവള് അത്രയ്ക്ക് ഉമ്മായ എടുത്തിട്ട് പെടാപ്പാട് പെടുത്തി. അതിനുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പൊ ഇവളീ അനുഭവിക്കുന്നത്. അതിനെതിരെ റിയാക്ട് ചെയ്തതാണ് ഈ കൈസായാലും ഷെരീഫ് ആയാലും ഒക്കെ എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാരെടുത്തിട്ട് റിയാക്ട് ചെയ്തതാണ്. അതിനെതിരെ ഇവളിപ്പോ ഇങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആർക്കും അല്ല ഷാജിദ നഷ്ടം, അത് നിന്റെ മക്കൾക്ക് തന്നെ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടുമ്പോ ഭയങ്കര ഹാപ്പി അല്ലേ അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ളതിനും എല്ലാത്തിനും ഒരാള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പിയാണ്. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാവുമ്പോൾ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കും. അല്ലെങ്കിൽ അവർക്കനുസരിച്ച് ഇപ്പൊ എനിക്കിപ്പോ ഒരാൾ കല്യാണം കഴിക്കാൻ വരുന്ന ഒരാള് നമ്മളുടെ അവർക്കിപ്പോ യൂട്യൂബ് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ അവരെ നമ്മളെ സേഫ് ആക്കി നോക്കും. എല്ലാ കാര്യങ്ങളും ഞാനുണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. എന്തിനും കൂടെ സപ്പോർട്ടിന് ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് എപ്പോഴും ഉണ്ടാവും. മനുഷ്യരാണ്, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കും. ആ ഉമ്മായോട് ചെയ്ത തെറ്റിന് തൗബ ചെയ്ത് അവള് പൊരുത്തവും ചോദിച്ച് കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ലല്ലോ.